2 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പ്, ഒടുവിൽ ശാപമോഷം. 20 വർഷത്തിനു ശേഷം ഓറഞ്ച് പട യൂറോ കപ്പിന്റെ സെമിയിൽ. യുവതുർക്കികൾ ക്വാർട്ടറിൽ കീഴടങ്ങി. തോൽവി ചോദിച്ചു വാങ്ങി മടക്കയാത്ര. മത്സരത്തിൽ ഡച്ച് കോട്ടകൾ തകർത്ത തുർക്കി ആദ്യം മുന്നിലെത്തി. പിന്നാലെയെടുത്ത തീരുമാനമാണ് പിഴച്ചത്. ആക്രമണത്തിന് അയവ് വരുത്തുക, ഒപ്പം ഡച്ച് ആക്രമണത്തെ പ്രതിരോധിക്കുക. പന്തിന് പിന്നിലായി തുർക്കി സംഘം അണിനിരന്നു. പ്രസിദ്ധമായ ബസ് പാർക്കിംഗ് പ്രതിരോധത്തിന് തുടക്കമിട്ടു. ഈ ഒരു പ്രതിരോധ രീതിക്ക് 2 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. 2004 ചെൽസി മാനേജറായി ജോസ് മൗറീഞ്ഞോ വന്ന സമയം ഫുട്ബോൾ ലോകത്ത് പുതിയൊരു പ്രതിരോധ രീതിക്ക് പിറവിയായി. പരമാവധി താരങ്ങളെ പന്തിന് പിന്നിലെത്തിക്കുക, മുന്നേറ്റം പൂർണ്ണമായും ഒഴിവാക്കും. ഈ രീതിക്ക് ജോസ് മൗറീഞ്ഞോ ഒരു പേരിട്ടു: പാർക്കിംഗ് ദ ബസ്, അല്ലെങ്കിൽ ബസ് പാർക്കിംഗ്. ഒരു ബസ് പാർക്ക് ചെയ്യുന്ന പോലെയുള്ള പ്രതിരോധം. 2004-2005 പ്രീമിയർ ലീഗ് സീസൺ ചെൽസി ഒരു റെക്കോർഡിട്ടു. കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ നേടിയ ഇംഗ്ലീഷ് ക്ലബ്. 15 തവണ മൗറീഞ്ഞോയുടെ സംഘം ഗോൾ വഴങ്ങാത്ത സീസൺ. 2009 ചാമ്പ്യൻസ് ലീഗിന്റെ സെമി. ബാഴ്സലോണ ഇന്ററിനോട് തോറ്റു. വിജയിച്ച തന്ത്രമായി ബസ് പാർക്കിംഗ്. പിന്നാലെ ഇന്റർ യൂറോപ്പിന്റെ ചാമ്പ്യന്മാരായി. അന്ന് മൗറീഞ്ഞോ പറഞ്ഞു, കളത്തിൽ താൻ ബസ് മാത്രമല്ല, വേണ്ടിവന്നാൽ പ്ലെയിനും പാർക്ക് ചെയ്യും. കരുത്തരെ പൂട്ടാൻ ചെറു ടീമുകൾ പയറ്റുന്ന തന്ത്രം ബസ് പാർക്കിംഗ് പല ടീമുകളും പ്രയോഗിച്ചു. റഷ്യൻ ലോകകപ്പിൽ ഐസ്ലൻഡ് അർജന്റീനയെ പൂട്ടിയതും ഇതേ തന്ത്രത്തിൽ. ഒരിക്കൽ ബസ് പാർക്ക് ചെയ്യാൻ ഇന്ത്യയും തീരുമാനിച്ചു. 2019 ഖത്തറിനെ അവരുടെ മണ്ണിൽ സമനില പൂട്ടിട്ടു. നീലപ്പടയെ പ്രതിരോധം പഠിപ്പിച്ചത് ക്രൊയേഷ്യക്കാരൻ ഇഗോർ സ്റ്റിമാക്. പക്ഷേ ബസ് പാർക്ക് ചെയ്തിട്ടും പിഴവ് പറ്റിയ സാഹചര്യങ്ങളുമുണ്ട്. അതിലൊന്ന് യൂറോ 2024 ക്വാർട്ടർ ഫൈനലിൽ. തുർക്കി പ്രതിരോധിച്ചപ്പോൾ ഡച്ചുകാർ ആക്രമിച്ചു. സ്റ്റെഫാൻ ഡിഫ്രെ ഗോൾ നില തുല്യമാക്കി. പിന്നാലെ തുർക്കി പ്രതിരോധത്തിന്റെ സെൽഫ് ഗോൾ. മെർട്ട് മുൾദറുടെ കാലിൽ നിന്ന് ഡച്ച് വിജയം. പരാജയപ്പെട്ടത് പ്രതിരോധ തന്ത്രമല്ല, തുർക്കി ഫുട്ബോളിന്റെ തീരുമാനമാണ്. തെറ്റുകൾ പറ്റുന്നത് കായിക മത്സരങ്ങളുടെ ഭാഗമാണ്.